ഹായ് ഓൾ, എൻഎസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു എക്സാം ഡേറ്റ് നമുക്ക് വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ വർഷം വന്ന നോട്ടിഫിക്കേഷൻ ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്നത്. നമ്മളപ്പോൾ ഈ വർഷം എക്സാം പ്രതീക്ഷിച്ചിരുന്നില്ല. കാര്യം PSC ഓൾറെഡി പുറത്തുവിട്ട എക്സാം കലണ്ടറിൻ്റെ അകത്ത് ഏത് സ്ലോട്ടിലാണെന്നുള്ള കാര്യങ്ങളൊന്നും PSC ഈ ഒരു എക്സാമിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിത് അടുത്ത വർഷം ആദ്യത്തേക്കെന്ന് പ്രതീക്ഷിച്ചൊരു എക്സാമാണ്. PSC എന്താണ് കുറച്ചുകൂടെ സ്പീഡാക്കിയിട്ടുണ്ട്, അല്ലെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ സ്പീഡിലാക്കിയിട്ടുണ്ടെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് PSC ഈ നവംബറിൽ ഈ എക്സാം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, നവംബർ 25-നാണ് ഈ ഒരു എക്സാം വരുന്നത്. അപ്പം നമുക്ക് നോക്കിയാൽ എന്താണ്, നമുക്കൊരു 3 months ഇനി നമ്മളുടെ മുമ്പിലുണ്ട്. 3 months നമ്മളുടെ മുമ്പിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 months കൊണ്ട് നമുക്ക് ഈ ഒരു സിലബസ് കവർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് കാണും. അതല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠനം തുടങ്ങി കാണത്തില്ല, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാണത്തുള്ളൂ. നിങ്ങൾ ഇതുവരെയും സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, മറ്റുള്ള സിലബസ് പോലല്ല. ഇപ്പോൾ ഒരു ബിടെക് ലെവലോ ഒരു ഡിപ്ലോമ ലെവലോ എക്സാമിന് ചോദിക്കുന്ന സിലബസ് പോലല്ല ഒരു ITI ലെവൽ എക്സാമുകളുടെ സിലബസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു 3 months എന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ ഇനഫായിട്ടുള്ള ടൈം നമുക്ക് ആ ഒരു 3 months കിട്ടും എന്നുള്ള കാര്യം നോക്കുക. ഇനഫായിട്ടെന്ന് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ പഠിച്ചാൽ പോരാ. അത്യാവശ്യം നിങ്ങളുടെ ഒരു ദിവസത്തിന് കൂടുതൽ സമയം പഠനത്തിന് വേണ്ടി കൊടുത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയാൽ ഉറപ്പായിട്ടും ഈ 3 months കൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ തന്നെ എത്താൻ പറ്റും. അപ്പം ഈ ഒരു ടീച്ചിങ് പോസ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവർ, ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾ ഈ ജോലി ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഇനിയും സീരിയസ് ആയിട്ട് തന്നെ പഠനം തുടങ്ങുക. ഒരു ദിവസം പോലും കളയാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ പറ്റും. പിന്നീട് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23/8 മുതൽ 11/9 വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇതിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ഇത് കൺഫർമേഷൻ കൊടുത്തിടുക. കാര്യം അത് മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നവർ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ കൺഫർമേഷൻ അങ്ങ് കൊടുത്തിട്ട് ഇരിക്കുക കേട്ടോ. നമ്മളത് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം സിലബസ് എന്താണെന്നാണ്. ഓക്കെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഓൾറെഡി കോഴ്സിനൊക്കെ നമ്മൾ ഫോളോ ചെയ്തിരുന്ന സിലബസ് എന്ന് വെച്ചാൽ ട്രേഡ്സ്മാൻ വെൽഡിങ്ങിൻ്റെ ആയിരുന്നു. അപ്പം എക്സാക്ട് ട്രേഡ്സ്മാൻ വെൽഡിങ്ങിൻ്റെ സിലബസ് തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിനും ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്നുള്ളത്, സെയിം എക്സാക്ട് സിലബസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് സംഭവം ഞാൻ ഇവിടെ പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷൻ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഒരു 90 days സ്റ്റഡി പ്ലാൻ വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് അനൗൺസ് ചെയ്യാം. നിങ്ങൾ എന്തായാലും ആ ഒരു സ്റ്റഡി പ്ലാൻ വെബിനാർ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ മോഡ്യൂളിനും എന്തുമാത്രം സമയം കൊടുക്കണം, ഓരോ മോഡ്യൂളും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ ഐഡിയ നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഈ സിലബസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, റീസെൻ്റ് ആയിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം, റീസെൻ്റ് ആയിട്ടുള്ള ട്രേഡ്സ്മാൻ ടേണിങ്, അതുപോലെ ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് പോലുള്ള എക്സാമുകളുടെ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ടോപ്പ് റാങ്കുകളെല്ലാം എൻഎസ് അക്കാഡമിക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് അറിയിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. ഒരു എക്സാമിന് നമ്മുടെ കുട്ടികൾ കൂടുതലും ടോപ്പ് റാങ്കിൽ വരുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. അതുപോലെ ട്രേഡ്സ്മാൻ വെൽഡിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റും താമസിയാതെ തന്നെ വരാൻ സാധ്യതയുണ്ട്. കാര്യം ഈ എക്സാമിൽ ഒരുമിച്ച് നടന്നതായതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യും, ട്രേഡ്സ്മാൻ വെൽഡിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കും എന്താണ് നമ്മളുടെ എൻഎസ് അക്കാഡമിയുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് ഈ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താനുള്ള ശ്രമം നിങ്ങൾക്കും നടത്താവുന്നതാണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. കാര്യം നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 90 day സ്റ്റഡി പ്ലാൻ വെച്ചിട്ട്, അല്ല ഒരു 80 day സ്റ്റഡി പ്ലാൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ കോഴ്സ് എന്ത് ചെയ്യുന്നത്, ഇനിയും നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ആ റെക്കോർഡഡ് ക്ലാസ്സുകളും ആ റെക്കോർഡഡ് ക്ലാസ്സുകൾക്ക് പാരലായിട്ട് വരുന്ന ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ടിങ് മുതലേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മളുടെ കൂടെ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒരു 1 വീക്കിലെ ക്ലാസ് അല്ലെങ്കിൽ 10 days ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ഫോക്കസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ AMVA പോലുള്ള കോഴ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. AMVA കോഴ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്താണ് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക. എത്രയും വേഗം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങുക. ഇതുവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഇതുവരെ ഈ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളൊരു 4 hours ഡെയിലി കൊടുക്കുന്നെങ്കിൽ ഇനി അതൊരു 8 hours കൊടുക്കുക. ഓക്കെ, കൂടുതലും റിവിഷൻ ഒക്കെ നടത്താനുള്ളൊരു സമയം ലാസ്റ്റ് 1 month അല്ലെ ലാസ്റ്റ് 2 months ഒക്കെ നിങ്ങൾ
ഉപയോഗപ്പെടുത്താൻ നോക്കുക. ആ രീതിയിൽ ടെസ്റ്റുകൾ കണ്ടുപോകുക, ഇഷ്ടംപോലെ ടെസ്റ്റുകൾ കാണുക, റിവിഷൻസ് നടത്തുക. അങ്ങനെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠനം വേണം നിങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.